ഈ പിടിച്ച പാമ്പുകളെ എല്ലാം കാട്ടിൽ കൊണ്ടുവിടൂല്ലേ? കാട്ടിൽ കൊണ്ടുവിടുന്നു. അത് മാത്രമല്ല നാട്ടിൽ ചേരാ, നീർക്കോലി, ചുവർപ്പാമ്പ്, കാട്ടുപാമ്പ് ഇങ്ങനത്തെ മനുഷ്യനെ അപകടമില്ലാത്ത അതിഥികളെയൊക്കെ പറമ്പിലേക്ക് പോകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വല്ല കാര്യത്തിൽ നമ്മൾ തീരെ വയ്യാത്തപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടൊരു പാമ്പ് വണ്ടി കയറി, അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചാൽ അത് ജീവിക്കത്തില്ല. അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിനെ പുറത്തേക്ക് വിടും. എന്നുവെച്ചാൽ അത് ഏതെങ്കിലും മാളത്തിൽ പോയിരുന്നാൽ, ഇപ്പോൾ പാമ്പിനെന്ന് പറയുമ്പോൾ ഫുൾ ബ്രീത്താണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഈ മുറിവ് നമ്മളെ കൊണ്ട് പേടിക്കുമ്പോൾ അതങ്ങ് വികസിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് പൊട്ടിപ്പോകും. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂവിൽ, തനിനിറത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സത്യം പറഞ്ഞാൽ ലോകത്ത് ആരും പറയാത്ത അല്ലെങ്കിൽ ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളൊക്കെ പല സ്ഥലത്ത് സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്, പാമ്പിന് സർജറി ചെയ്തു, അങ്ങനെ അതിൻ്റെ കുടലും കയറി അകത്തിട്ട് തച്ചു. ഇതൊന്നും ജീവിക്കത്തില്ല. കാരണം ഇത് നമ്മൾ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ഇട്ടെന്നിരിക്കട്ടെ, നാളെ അതിനെ പുറത്തെടുക്കുമ്പോൾ വീണ്ടും അത് ബോഡി വികസിപ്പിക്കും, അത് മരിക്കും. രണ്ടാമത് ഇതിനെ സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്നാമത് എന്താ പറയുക, ഒരു അല്പജീവിയാണ്. ഈ സെഡേഷൻ്റെ കൂടുതലുണ്ട് മരണപ്പെടാം. കാരണം ഞാൻ ഒരുപാട് പാമ്പുകളെ സർജറി ചെയ്തതിന് സാക്ഷിയാണ്. ഇതെല്ലാം അന്നോ പിറ്റന്നോ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പാമ്പുകളെയും ആരെയും വിളിച്ച് സർജറി എല്ലാം മയക്കാറില്ല. ഞാൻ സ്വയമേ ആ മുറിവ് ക്ലീൻ ചെയ്ത് നമുക്ക് മനുഷ്യന് ഉപയോഗിക്കുന്ന പാമ്പുകൾക്ക് ഇറിറ്റേറ്റ് ആവാത്ത ആസിഡ് പവറുള്ള സാധനങ്ങൾ ചേരാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അതിനെ ബിറ്റാഡിൻ വെച്ച് കെട്ടി ഒട്ടിച്ച് കാട്ടിലേക്ക് വിടും. ഇന്നലെയും ഒരെണ്ണം ചെയ്തു. തീർച്ചയായിട്ടും ഇത് നമ്മളെ പ്രേക്ഷകർക്കുള്ള പുതിയ അറിവാണ്. ഇന്നലെയും ഒരെണ്ണം ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ഒരു പെരുമ്പാമ്പിനെ കിട്ടി. അവിടെയുള്ള പല അധികാരികളും വിളിച്ചു, ആരും പോയില്ല. ഭാഗ്യം കൊണ്ട് 15 ദിവസം അവിടെ കിടന്ന് മൊത്തം പുഴുത്തു. ഞാനതിനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പുഴു എന്ന് പറഞ്ഞാൽ ഒരു 1000-ന് മേളിൽ പുഴുവുണ്ടായിരുന്നു. ഞാൻ ഏകദേശം അവിടെ വെച്ച് കുറേ ക്ലീൻ ചെയ്ത് ശരിയായില്ല. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ, ഞാനിപ്പോൾ 2.5 വർഷം കൊണ്ട് വീട്ടിലല്ല, ഞാനൊരു ലോഡ്ജിലാണ്, മെഡിക്കൽ കോളേജിൽ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ റൂമിൽ കൊണ്ടുവച്ച് ആ പുഴുവെല്ലാം ക്ലീൻ ചെയ്ത് 4-5 ദിവസം കൊണ്ടാണ് മൊത്തം മുഴുവനും ക്ലീൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മുറിവ് ഒരുവിധം കരിഞ്ഞപ്പോൾ ഞാനങ്ങ് റിലീസ് ചെയ്തു. കാരണം മുറിവ് ഇൻഫെക്ഷൻ അകത്തോട്ട് പോയാൽ നല്ല മാളത്തിനകത്ത് എയർ സർക്കുലേഷൻ ഇല്ലാത്തൊരു മാളത്തിനകത്ത് ഇരുന്നാൽ ഈച്ച ചെല്ലുകയില്ല. അപ്പോൾ പിന്നെ ക്രമിക്കുകയില്ല, പിന്നെ പുഴുവുണ്ടാവില്ല. അപ്പോൾ ഇതങ്ങ് ഉള്ളിൽ പോയിരിക്കും, അപ്പോൾ അതുകൊണ്ട് അതിനെ പെട്ടെന്ന് കാട്ടിലേക്ക്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതയാത്രകൾ. സുരേഷേ, എപ്പോഴെങ്കിലും വിട്ട ഒരു പാമ്പിനെ പിന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ഞാൻ ഒരുമാതിരിപ്പെട്ട പാമ്പുകളെ ഞാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ രാജവമ്പല, എനിക്ക് തോന്നുന്നു ആദ്യത്തെ രാജവമ്പല ഹിൽഡി സൂര്യകൊണ്ടെന്ന് മരണപ്പെട്ടു. 7-മത്തെയോ 8-മത്തെയോ രാജവമ്പലാണ് തെമ്മരയെന്ന് ഇണചേർന്നുണ്ടെന്ന് 2 രാജവമ്പല പിടികൂടി. അത് അന്നത്തെ നമ്മുടെ ജന്തുശാസ്ത്ര വിഭാഗം സർക്കാരിൻ്റെ പെർമിഷനോട് കാര്യവട്ട യൂണിവേഴ്സിറ്റിയിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിന് പാമ്പിൻ്റെ വനം പഠിക്കാനായി റിസർച്ച് ചെയ്യാനായിട്ട് അത് ഇഷ്യൂ ചെയ്തു. അത് പൂജപ്പുര സ്നേക്ക് പാർക്കിലാണ് കൊണ്ടത്. അപ്പോൾ കൊണ്ട് ചെന്ന് കൂട്ടിലിട്ടത് മുതൽ ഒരാൾ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പം എനിക്ക് തന്നെ അത് വിഷമം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറില്ല, അതിനെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വനം വകുപ്പിൽ പരാതി കൊടുത്തു. അതിനെ എടുത്ത് പൊന്മുടിയിൽ വിട്ടു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവന് പറയാൻ കാരണം, ഇതിൻ്റെ വാലിൻ്റെ എന്താ പറയുക, വാലിൻ്റെ ഭാഗത്ത് താപ്പോട്ട് തീപ്പൊള്ള്, കാട്ടുതീ ഉണ്ടായിട്ട് ദമ്മലെടുത്തി കാട്ടുതീ ഉണ്ടായിട്ട് പൊള്ളിയിട്ട് അവിടെ നല്ല വെളുത്തിരുന്നു. അപ്പോൾ 2.5 വർഷം കൊണ്ടുവിടുമ്പോൾ ഞാനത് സെർച്ച് ചെയ്ത് പിടിച്ചപ്പോഴും അത് ഫോട്ടോ എടുത്തു. തിരിച്ച് 2.5 വർഷം പിടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഏതാ വെള്ളമുണ്ട്, അത് തന്നെയായിരുന്നു പാമ്പ്. അത് കഴിഞ്ഞ് ഞാൻ പിടിക്കുന്ന ഏകദേശമുള്ള പാമ്പുകളുടെ ദേഹത്തുണ്ടാകുന്ന മുഴ, വാലിൻ്റെ അറ്റത്ത് മുറിവുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി വെക്കും. അത് ഞാനൊരു, എനിക്ക് തോന്നുന്നു 2015-ലോ 2016 കുളത്തൂപ്പുഴയൊക്കെ അപ്പുറത്ത് ഉള്ളിലേക്ക് ഒരെണ്ണം വിട്ടതിന് ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള കാട്ടിനകത്ത് ജീവിക്കുന്ന ആൾക്കാർ വസിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിനെ കണ്ടു. എന്നെ വിളിച്ച് ഞാൻ പോയി പിടികൂടി. സെയിം. അപ്പോൾ അതുകൊണ്ട് പിടിക്കുന്ന പാമ്പുകളൊക്കെ എനിക്ക് ഒരുമാതിരിപ്പെട്ട തന്നെ അത് പെട്ടെന്ന് വ്യത്യാസമുള്ളതിനെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഉറപ്പായിട്ട് നോക്കി വെക്കാറുണ്ട്.